മലയാളിയായ വാഹന ബ്രോക്കറുടെയും തടിമിൽ ഉടമകളുടെയും ചതിയിൽപ്പെട്ട് പാലക്കാട്ടുകാരനായ യുവാവ് കർണാടക വനംവകുപ്പിന്റെ കേസിൽ കുടുങ്ങി ജീവിതം വഴിമുട്ടിയ അവസ്ഥയിൽ. മരുത റോഡ് ഗ്രാമപഞ്ചായത്തിലെ വടക്കുമുറിയിൽ ജാഫർ സാദിഖ് എന്ന 31-കാരനാണ് തന്റെ ലോറിയിൽ കർണാടകയിലേക്ക് ഒരു ഓട്ടം പോയി. ഇപ്പോൾ ജീവിതത്തിന്റെ ഓട്ടം തന്നെ നിലച്ച അവസ്ഥയിലായി. കർണാടകയിലെ കുന്താപുര എന്ന സ്ഥലത്തു നിന്നും കേരളത്തിലേക്ക് തീപ്പെട്ടിക്കൊള്ളി നിർമ്മിക്കുന്ന മരം കയറ്റാനാണ് സുധാകരൻ നടത്തുന്ന മലബാർ ട്രാൻസ്പോർട്ട് വഴി സാദിഖ് ഓട്ടം പോയത്. കൊട്ടാരക്കര സ്വദേശി സനൽകുമാറും ഭാര്യ അനീനയുമായിരുന്നു കയറ്റേണ്ട തടിയുടെ ഉടമകൾ. ഇവർ പറഞ്ഞതനുസരിച്ച് കയറ്റുന്ന മരത്തിന് രേഖകളെല്ലാം ഉണ്ടെന്ന ഉറപ്പിൽ സ്വന്തം ലോറിയിൽ തടി കയറ്റിയ സാദിഖിനെ കുന്താപുരയിൽ വെച്ച് വനംവകുപ്പ് അറസ്റ്റ് ചെയ്തു. സാദിഖ് കയറ്റിയ ലോഡിൽ പട്ടയഭൂമിയിലെ ഒരു മരം മുറിച്ച് കയറ്റിയിട്ടുണ്ട് എന്നായിരുന്നു കുറ്റം. ഇതനുസരിച്ച് സാദിഖിനെയും ലോറിയെയും വനംവകുപ്പ് കസ്റ്റഡിയിലെടുത്തു. സാദിഖ് നിരപരാധിയാണെന്ന് പിന്നീട് തിരിച്ചറിഞ്ഞെങ്കിലും വാഹനം വിട്ടു നൽകാൻ വാഹനത്തിന്റെ വിലയായ 2 ലക്ഷം രൂപ നൽകണമെന്നാണ് കർണാടക വനംവകുപ്പ് പറയുന്നത്. ഈ തുക നൽകാമെന്ന് പറഞ്ഞ വാഹന ബ്രോക്കർ സുധാകരനും തടിയുടെ ഉടമകളും വാക്കുമാറിയതോടെ കഴിഞ്ഞ 6 മാസമായി സാദിഖിന്റെ ലോറി കർണാടക വനംവകുപ്പിന്റെ കസ്റ്റഡിയിലാണ്. ലോറിയുടെ ഓട്ടം നിന്നതോടെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ 30,000 രൂപ പ്രതിമാസം CC അടയ്ക്കേണ്ടത് മുടങ്ങി. ലോറി വാങ്ങിക്കാൻ വീട് പണയം വെച്ചത് ജപ്തി നടപടികളിലേക്ക് നീങ്ങുന്ന അവസ്ഥയിലായി. വിവരങ്ങൾ അറിഞ്ഞതോടെ സാദിഖിന്റെ മാതാപിതാക്കൾ ആശുപത്രിയിലായി. കർണാടക വനംവകുപ്പ് കേസിൽ തടിയുടമകളെ പ്രതിയാക്കിയിട്ടില്ല. പ്രതിയാക്കിയ സുധാകരനും സഹായി ചന്താമരയും കേരളത്തിലായതുകൊണ്ട് ഒന്നും ചെയ്യാനാവില്ല എന്ന നിലപാടിലാണവർ. പാലക്കാട് SP-ക്കും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്കും സാദിഖ് ഇക്കാര്യങ്ങൾ കാണിച്ച് പരാതി നൽകിയെങ്കിലും നടപടിയൊന്നുമായിട്ടില്ല. പാലക്കാട്ടെ SP ഓഫീസ് ഇടപെട്ട് ബ്രോക്കർ സുധാകരനെയും തടിമിൽ ഉടമകളെയും കണ്ട് തന്റെ വാഹനം വിട്ടുകിട്ടാനാവശ്യമായ 2 ലക്ഷം രൂപയ്ക്ക് പുറമെ വാഹനത്തിന്റെ മുടങ്ങിയ CC തുക, വീടിന്റെ ലോൺ അടവ് മുടങ്ങിയതുൾപ്പെടെയുള്ള തുകയ്ക്ക് നഷ്ടപരിഹാരം വാങ്ങി നൽകി സഹായിക്കണമെന്ന ആവശ്യമാണ് സാദിഖ് ഉയർത്തുന്നത്. 26/11/24 ഇദ്ദേഹത്തിന്റെ മാതാവ് ഈ വിവരത്തിനെല്ലാം തുടർന്ന് ഹോസ്പിറ്റലിലാവുന്നു. അതിനുശേഷം CC മുടങ്ങിയ ശ്രീറാം ഫൈനാൻസിൽ നിന്നാണ് CC എടുത്തിരുന്നത്. അപ്പോൾ അവരുടെ നിരന്തരമായിട്ടുള്ള ശല്യം കാരണം നമ്മുടെ ബാങ്കിൽ നിന്നും വീട് പറയാൻപ്പെടുത്തിയിരിക്കുന്നത് ബാങ്കിൽ നിന്നും ഇതുപോലെ എത്രയും പെട്ടെന്ന് തന്നെ ഇത് പൈസ അടച്ചില്ല എന്നുണ്ടെങ്കിൽ വീട് ജപ്തി ചെയ്യുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് നീക്കേണ്ട അവസ്ഥയാണെന്ന് അറിഞ്ഞ നോട്ടീസ് കണ്ട് ഇദ്ദേഹത്തിന്റെ വാപ്പയ്ക്ക് അറ്റാക്ക് ഉണ്ടാവുകയും ഇവിടുത്തെ നമ്മുടെ ജില്ലാ ഹോസ്പിറ്റലിൽ വെന്റിലേറ്ററിലാവുകയും ചെയ്തു. അതിനുശേഷം ഇപ്പോൾ അദ്ദേഹത്തെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്നെങ്കിൽ കൂടി അദ്ദേഹത്തിന് ഓക്സിജന്റെ ഒരു ഇതില്ലാതെ, സിലിണ്ടർ ഇല്ലാതെ, ഓക്സിജന്റെ ഒരു സഹായമില്ലാതെ അദ്ദേഹത്തിന് ജീവിക്കാനായിട്ട് പറ്റുന്നില്ല. 5 മാസമായിട്ട് അദ്ദേഹത്തിന്റെ വാഹനത്തിന്റെ കുടിശ്ശിക പെൻഡിംഗ് ആണ്. അതേപോലെ തന്നെ 5 മാസമായിട്ട് ഈ വീട് പണയപ്പെടുത്തി തുക എടുത്തതിന്റെ പലിശയും ആ എമൗണ്ടും പെൻഡിംഗ് ആണ്. അപ്പോൾ ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമ്മൾ ഈ ഒരു സംഘടന ഈ ഒരു വിഷയം അറിയുന്നത് വരുന്ന ജനുവരി 1 തന്നെയാണ്, 2025 ജനുവരി 1 അപ്പൊ അന്ന് നമ്മൾ ഈ ഒരു കാര്യം നേരിട്ട് പോയി കുന്താപുര ഫോറസ്റ്റ് ഓഫീസേഴ്സുമായിട്ട്, റേഞ്ച് ഓഫീസേഴ്സുമായിട്ടും ACF-ഉമായിട്ടും അവിടുത്തെ DFO-യുമായിട്ടും നേരിൽ നമ്മൾ കണ്ട് ഇദ്ദേഹത്തിന്റെ നിരപരാധിത്വം അവർക്കും അറിയാം. അവരുടെ മുമ്പോട്ടുള്ള റിപ്പോർട്ടുകളിലും അത് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് അവർ നമ്മളോട് നേരിട്ട് സംസാരിച്ചതാണ്. സാദിഖിന്റെ ദുരവസ്ഥ കണ്ട ഓൾ ഇന്ത്യ നാഷണൽ ഹൈവേ ഡ്രൈവേഴ്സ് യൂണിയൻ എന്ന സംഘടനയും ഇടപെട്ടിട്ടുണ്ട്. വാർത്താസമ്മേളനത്തിൽ സംഘടനാ നേതാവ് സുധീഷ് രാമചന്ദ്രനും പങ്കെടുത്തു.